പൊട്ടിക്കരഞ്ഞ് ആകെ തളർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് അനുമോളെ ലൈവിൽ കാണാൻ സാധിക്കുന്നത്. അല്പസമയം മുൻപാണ് ആകെ മാനസികമായി തകർന്നു നിൽക്കുന്ന അനുവിനെ കൺഫെക്ഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിച്ചത്. അനുമോളുടെ റിക്വസ്റ്റ് ഇല്ലാതെ തന്നെയാണ് ബിഗ് ബോസ് അനുവിനെ കൺഫെക്ഷൻ റൂമിലേക്ക് വിളിച്ചത്. എന്ത് പറ്റി അനുമോളെ എന്ന് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ്. അതിന് മറുപടി ആയിട്ട് എന്നെ ഇവിടെ പുറത്താക്കാൻ കുറെ പേര് ശ്രമിക്കുന്നുണ്ട് എന്നും എനിക്കിവിടെ ആരുമില്ല എന്നും എന്നെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നു എന്നുമാണ് അനു ബിഗ് ബോസിനോട് മറുപടി ആയിട്ട് നൽകിയത്. അപ്പൊ നമ്മുടെ ബിഗ് ബോസ് അനുവിനോട് ചോദിക്കുന്നുണ്ട്, ഈ ഗെയിം ഇങ്ങനെയാണെന്ന് നിനക്കറിയില്ലേ? ഇതൊക്കെ അറിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്? അനുവിന്റെ ഫോക്കസ് എന്താണ്? നിങ്ങളുടെ ഗെയിമിംഗ് സ്ട്രാറ്റജി എന്താണ്? നിങ്ങളുടെ ഫോക്കസ് എന്താണ്? അത് അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുക എന്നായിരുന്നു ബിഗ് ബോസ് അനുവിന് നൽകിയ ഉപദേശം. ഒടുവിൽ നമ്മുടെ അനുമോള് ബിഗ് ബോസിനോട് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്റെ അച്ഛനെയും അമ്മയെയും ഒന്ന് വിളിച്ചു തരണം. ഒരു 10 സെക്കൻഡെങ്കിലും എനിക്ക് അവരോടൊന്ന് സംസാരിക്കണം. ഇനി അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 സെക്കൻഡെങ്കിലും എനിക്ക് അവരുടെ സൗണ്ട് ഒന്ന് കേട്ടാൽ മതി. എന്നാൽ ബിഗ് ബോസ് അതിന് സമ്മതിക്കുന്നില്ല. നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? 100 ദിവസം ഇവിടെ പിടിച്ചു നിൽക്കുക, കപ്പ് സ്വന്തമാക്കുക എന്നല്ലേ? അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മുന്നോട്ട് നീങ്ങണം. സ്ട്രോങ് ആയി തന്നെ കളിക്കൂ. ഒരു ബെസ്റ്റ് ഓഫ് ലക്കും കൂടി നമ്മുടെ ബിഗ് ബോസ് അനുവിന് നൽകുന്നുണ്ട്. അങ്ങനെ അല്പസമയം അവിടെ നിന്ന് കരഞ്ഞിട്ടാണ് കൺഫെക്ഷൻ റൂമിൽ നിന്നും അനുമോള് പുറത്തേക്ക് ഇറങ്ങിയത്. അതോടെ എല്ലാവരും അനുവിനെ ചുറ്റും കൂടുന്നുണ്ട്. എന്താണ് അനുവിനെ പെട്ടെന്ന് കൺഫെക്ഷൻ റൂമിലേക്ക് വിളിക്കാനുള്ള കാരണം എന്നത്? എന്തായാലും അനു ഇനി നല്ല രീതിയിൽ തന്നെ കളിക്കും എന്നാണ് തോന്നുന്നത്. അനുമോളുടെ ഗെയിമിംഗ് സ്ട്രാറ്റജിയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.